കുസാറ്റ് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് രജിസ്ട്രാർക്ക് കത്ത് നൽകിയിരുന്നെന്നും കൃത്യമായ ആസൂത്രണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും ദീപക് സാഹു ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഷംന, എന്താണ് ഇതിന്റെ വിശദാംശം? നിഷാദ്, കുസാറ്റ് ദുരന്തത്തിലും മുൻ പ്രിൻസിപ്പളായ ദീപക് കുമാർ സാഹുവും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുകയാണ്. ഹൈക്കോടതിയിൽ ഇന്ന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണമെന്നുള്ള കാര്യം ദീപക് കുമാർ സാഹു പറയുന്നത്. അതായത് ഈ കുസാറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പോലീസ് ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിൽ തന്നെ സംഘാടനത്തിലെ പിഴവ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് പോലീസ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കൃത്യമായ സുരക്ഷ ഉണ്ടായിരുന്നില്ല, മാത്രമല്ല കൃത്യമായ ഒരു പദ്ധതിയും ഇല്ലാതെയാണ് ആ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസ് റിപ്പോർട്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു മറുപടി സത്യവാങ്മൂലം ആയിക്കൊണ്ടാണ് മുൻ പ്രിൻസിപ്പാൾ ദീപക് കുമാർ സാഹു പറയുന്നത്. അതായത് ഈ പോലീസ് റിപ്പോർട്ടിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. രജിസ്ട്രാറെ പ്രതി ചേർക്കുന്നതിന് പകരം അവരെ സംരക്ഷിക്കാനുള്ള നടപടി ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. തന്നെ ബലിയാടാക്കുകയായിരുന്നു എന്നുള്ളതാണ് ദീപക് കുമാർ സാഹു പ്രധാനമായും ആരോപിക്കുന്നത്. അതുകൊണ്ട് ഒരു സത്യസന്ധമായ അന്വേഷണം ഈ കേസിൽ വേണമെന്നുള്ളതാണ് ദീപക് കുമാർ സാഹു പറയുന്നത്. അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമാണ് എന്ന് അദ്ദേഹം ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് KSU സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയുണ്ടായി. അതിൽ തന്നെ പോലീസിന്റെ റിപ്പോർട്ട് കോടതി പരിശോധിച്ചിട്ടുണ്ട്. പോലീസിന്റെ റിപ്പോർട്ട് മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് കൂടി ഇനി കോടതിയിലേക്ക് എത്താനുണ്ട്. അതിന് ഒരാഴ്ച സമയമാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും ഒരു തീരുമാനമെടുക്കുക. ഏതായാലും മജിസ്ട്രേറ്റിയൽ അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നുണ്ട്. മജിസ്ട്രേറ്റിയൽ അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. ആ റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കോടതി ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഇന്ന് ഈ കേസ് പരിഗണിച്ച സമയത്ത് ഈ പോലീസ് അന്വേഷണം തന്നെയല്ലേ വേണ്ടത് എന്നുള്ള കാര്യം കോടതി ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുസാറ്റിൽ ഉണ്ടായിട്ടുള്ള ദുരന്തം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ കൂടി വേണമെന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ പരിപാടികൾ നടക്കുമ്പോൾ ഏർപ്പെടുത്തേണ്ടത് എന്ന് സംബന്ധിച്ച് അത് കൃത്യമായി നടപ്പിലാക്കണം എന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസ് ഫെബ്രുവരി 2ാം വാരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും ഇതിൽ കോടതി ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരിക. ഏതായാലും KSUവിന് പിന്നാലെ കുസാറ്റിലെ മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹുവും ഈ കേസിൽ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. ശരി, ഷംന വിവരങ്ങൾ നൽകിയത്.